കേരളത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി നിർണയം കാരണം 144 പ്രഖ്യാപിക്കേണ്ട അവസ്ഥയാണ്. എന്തൊരു ഐക്യം! ഐക്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് സുഹൃത്തുക്കളെ, നിറഞ്ഞു തുളുമ്പുകയാണ്. ഇപ്പോ ലീഗിന്റെ പെരുവള്ളൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഇന്നലത്തെ ചർച്ച അവസാനിക്കുന്ന ഘട്ടം, അതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും നല്ല ഐക്യവും സ്നേഹവും നമുക്ക് മറ്റൊരിടങ്ങളിലും കാണാൻ കഴിയില്ല. കണ്ടു പഠിക്കണ കമ്മികളെ. സ്ഥാനാർത്ഥി നിർണയം നടത്താൻ നിനക്കൊക്കെ വല്ലതും അറിയോ? ദേ നോക്ക്, മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ച. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും ആരോഗ്യ വകുപ്പിനും ഇപ്പോ കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാണ്. കാര്യം ഫ്രീ ചികിത്സയും ഒപ്പം തന്നെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. പോലീസുകാരുടെ കണ്ണൊന്ന് തെറ്റിയ ഒരു 3-4 എണ്ണത്തിന്റെ ജീവിതം തീരും. ഇത് രാഷ്ട്രീയ പ്രതിയോഗികളല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെ മണ്ടയടിച്ച് കീറാൻ നടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ട് അടുത്ത അധികാരത്തിലേക്ക് വരേണ്ടത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അധികാരത്തിന് നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇറച്ചിക്കടയ്ക്ക് മുന്നിലെ കടിപിടി അതെത്ര മാന്യതയാണ്. ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആ കടിപിടിയൊക്കെ നമ്മൾ സമാധാനത്തിന്റെ കടിപിടിയായിട്ട് കാണണം. ഇത് നോക്കിയേ, നേതാക്കന്മാർ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 പല്ല് പോണ അവസ്ഥയാണ്. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ അധികാരം കിട്ടാതെ 10 വർഷം പുറത്തിരുന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടക്കുന്ന കൂട്ടപ്പൊരിച്ചിൽ നിങ്ങൾ കാണും. ഈ കാഴ്ച നിങ്ങൾ ബീഹാറിൽ കണ്ടു. എന്താണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത്? ഇതുപോലെ അധികാരത്തിന് കടിപിടി കൂടുന്നവർ നാട് ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള തള്ളലാണെന്ന് നിങ്ങൾ ഇത് കരുതുന്നുണ്ടോ? നേരത്തെ തന്നെ മലപ്പുറത്തെ ചില ലീഗ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളവർ വരെ, അത് മഞ്ചേരി വൈസ് പ്രസിഡന്റ് ഒക്കെ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ ജയിലിനകത്താണ്, കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയതിന്റെ പേര്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ ഈ കിടന്ന് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെങ്ങനെയും പിടിച്ചെടുത്ത് അടുത്ത 5 വർഷം മാക്സിമം ഒപ്പിക്കണമെന്നുള്ള രീതിയിൽ നടത്തുന്ന ഈ കടിപിടി കണ്ടതിന് ശേഷം അപ്പുറത്ത് ഇടതുപക്ഷ സംഘടനകളുടെ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനങ്ങളും നടക്കുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ഇതുപോലത്തെ ദൃശ്യം നിങ്ങൾ കണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പക്ഷെ ഇതൊന്നും ഒരു വാർത്തയല്ല, ചർച്ചയല്ല. ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ പോയില്ലേ. കാര്യം ഇവര് വന്നാലേ അതിന്റെ ഓഹരി ഞങ്ങൾക്കൂടെ കിട്ടുള്ളൂ. മാധ്യമ മുതലാളിമാരും ആഗ്രഹിച്ചിരിക്കുന്നത് കടിപിടിക്കാർ വന്നു കഴിഞ്ഞാൽ ആ കടിപിടിയിൽ തെറിച്ചു വീഴുന്നത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ യഥാർത്ഥ ദൃശ്യമാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ പരസ്പരം വിട്ടുവീഴ്ചയോ ആശയമോ ഇല്ലാതെ ഇമ്മാതിരി തെരുവിൽ കിടന്ന അടിപിടി കൂടുന്നുണ്ടെങ്കിൽ ഇവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ജനങ്ങളെ സേവിക്കാനാണ് താല്പര്യമെങ്കിൽ അതിന് അധികാരം വേണ്ട, അതിന് ഏതെങ്കിലും ഒരാൾക്കേ കഴിയത്തുള്ളൂ. പക്ഷേ അതല്ല ഉദ്ദേശമെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ അടിപൊട്ടിയെന്ന് ആലോചിച്ചാൽ മതി. സ്വന്തം സഹപ്രവർത്തകർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പോലും പറ്റാതെ ഈ കാലുവാരി ടീമുകൾ പരസ്പരം തമ്മിലടിക്കുന്നവർ കേരള രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വരണമോ എന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാൻ വേണ്ടി വിടുകയാണ്.